നാളെ വോട്ടെണ്ണൽ നടക്കാനിരിക്കെ മലപ്പുറം പാണ്ടിക്കാട് UDF വിജയം ആഘോഷിക്കാൻ പന്തലൊരുങ്ങുന്നു. പാണ്ടിക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് വിജയാഘോഷവും ഭക്ഷണ വിതരണവും നടത്തുക. നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ UDF പ്രവർത്തകർ സംസ്ഥാനത്തൊട്ടാകെ വലിയ ആത്മവിശ്വാസത്തിലാണ്. പലതരത്തില് ഇപ്പോൾ ലഡു വിതരണം ചെയ്യാൻ വേണ്ടി അത് ഓർഡർ ചെയ്യുന്നു, പലഹാരങ്ങൾ ഓർഡർ ചെയ്യുന്നു, ഭക്ഷണ വിതരണം നടത്തുന്നു, അങ്ങനെ പലതരത്തിലുള്ള ആത്മവിശ്വാസം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മലപ്പുറം പാണ്ടിക്കാട് കോൺഗ്രസ് നേതാക്കൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഒരു വലിയൊരു പന്തലിട്ടുകൊണ്ട് ഇവിടെ ഭക്ഷണ വിതരണവും വിജയാഹ്ലാദവും സംഘടിപ്പിക്കുകയാണ്. ഞാനിപ്പോഴത്തെ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 11:42 അതായത് ഫലം വരാൻ ഇനിയും മണിക്കൂറുകളുണ്ട്. എന്നിരിക്കെ പോലെ അത്ര കോൺഫിഡൻസിലാണ് ഇവർ. ഇവിടെ UDF സർക്കാർ 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുന്നുവെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുന്നൊരുക്കം അവർ നടത്തുന്നത്. എന്താണ് നിങ്ങളുടെ ഈ കോൺഫിഡൻസിന് ആധാരം? 10 വർഷത്തെ പിണറായി ഗവൺമെൻറ് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് നാളെ UDF അധികാരത്തിൽ വരാൻ പോവാണ്. അത്രയും ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പാണ്ടിക്കാട് പഞ്ചായത്തിലെ ജനങ്ങളൊക്കെ UDFിൻ്റെ ആളുകൾ. ഞങ്ങൾ 5000 പേർക്ക് ഭക്ഷണം വിളമ്പിയിട്ടാണ് ഇപ്പോൾ ഈ പന്തലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും വാങ്ങി, പോരാത്തതിന് ഭയങ്കരമായ കരിമരുന്ന് പ്രയോഗം ഉണ്ടാവും ഇവിടെ. അതേമാതിരി TJ 10-35 ആളെ വെച്ച് TJ പരിപാടി. എത്ര മണിക്ക് UDFന് വിജയിക്കാൻ കഴിയുന്ന ഒരു ഭൂരിപക്ഷം കിട്ടും? 95-100 സീറ്റ് വരെ. അല്ല, എത്ര മണിയോട് കൂടിയിട്ട് അറിയാം? ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങളത് ജയിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. എന്തൊക്കെയാണ് പരിപാടി? ഇപ്രാവശ്യം നമ്മൾ വിജയിക്കുമ്പോൾ നമ്മളെല്ലാ തവണയും ചിലപ്പോൾ പായസം ഉണ്ടാക്കും. അതേപോലെ തന്നെ വലിയ പടക്കങ്ങളും ഇതൊക്കെ കത്തിക്കുക, അല്ലെങ്കിൽ കരിമരുന്ന്, ഇതൊക്കെയാണ് ഉണ്ടാവാറ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ 10 വർഷത്തിന് ശേഷം പിണറായി സർക്കാർ മാറി UDFിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അധികാരത്തിൽ വരുന്നൊരു ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ്റിൽ നമുക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിൽ രാഷ്ട്രീയ ഭേദം തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയം, BJP ആയിക്കോട്ടെ, കോൺഗ്രസ്, CPM ആയിക്കോട്ടെ, ഏതൊക്കെ ആളുകളുണ്ടോ ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുക. എന്താ കൊടുക്കുന്നത്? നല്ല ബിരിയാണി, എല്ലാവർക്കും ചിക്കൻ ബിരിയാണി, അതിൻ്റെ കൂടെ ബീഫ് ബിരിയാണി. അപ്പോൾ ഇത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്നു? അതെ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്നതാണ്. പാണ്ടിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന പരിപാടിയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ UDFിൻ്റെ പ്രവർത്തകരോട് നിൽക്കുന്നത്. 100-ലധികം സീറ്റുമായിട്ട് നാളെ UDF അധികാരം. അപ്പോൾ UDF പുലരി UDFിനോടൊപ്പം. അപ്പോൾ ഇതാ അവരുടെ പണി നമുക്ക് കാണാം കേട്ടോ. ഒന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവരിതാ ഒരു ഭാഗത്ത് തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ വലിയ ആഘോഷമായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നഗരത്തിൽ തന്നെ, പാണ്ടിക്കാട് ടൗണിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി അവർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു UDF സർക്കാർ വരാൻ പോകുന്നു എന്ന് അവരെല്ലാവരും തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ കാത്തിരിക്കുകയാണ് ആ നിമിഷത്തിന് വേണ്ടി. അപ്പോൾ വൈകിട്ട് 6:30 കൂടി ഇവിടെ ഭക്ഷണ വിതരണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുമുതൽ ഇവിടെ കരിമരുന്ന്, അങ്ങനെയുള്ള വിവിധ പരിപാടികൾ ഉണ്ടാകും. അപ്പോൾ പ്രവർത്തകരുടെ ആ ആവേശത്തിന് ഇനി അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. മുഹമ്മദ് അർഷാക്കിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.